നമസ്കാരം പ്രിയ പ്രേക്ഷകരെ, റെസ്പോൺസ് കേരളയിലേക്ക് സ്വാഗതം. കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ടോ ഇല്ലയോ എന്ന ചർച്ച കുറേ കാലമായി ഇവിടെ ചൂട് പിടിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ലവ് ജിഹാദേ ഇല്ല, അല്ലെങ്കിൽ ഇന്ത്യയിലെ ലവ് ജിഹാദ് ഇല്ല എന്നാണ് കോൺഗ്രസും CPM-ഉം അതുപോലെ തന്നെ സകല ഇസ്ലാമിക സംഘടനകളും അവരെ പിന്തുണയ്ക്കുന്ന ആളുകളും എല്ലാം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേരളത്തില് BJP-യുമായി ബന്ധപ്പെട്ടും സംഘപരിവാർ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടും ആർഷവിദ്യാ സമാജവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ വിവിധ ക്രിസ്ത്യൻ സംഘടനകൾ, സഭ, കത്തോലിക്ക സഭ ഉൾപ്പെടെയുള്ള, കത്തോലിക്ക കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ക്രിസ്ത്യൻ സഭകൾ ഉൾപ്പെടെ പല ആളുകളും പറയുന്നു ഇവിടെ ലവ് ജിഹാദ് ഉണ്ട് എന്ന്. അർജുനെ, ഈ ലവ് ജിഹാദ് ഉണ്ടോ ഇല്ലയോ എന്ന ചോദ്യത്തിന് സുപ്രീം കോടതിയും അതുപോലെ തന്നെ ആഭ്യന്തര മന്ത്രാലയവും, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പലരും പറയുന്നത്. അത് പക്ഷേ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു ടേം, ആ ഒരു വാക്ക് FIR-ൽ ഉപയോഗിച്ചിട്ടില്ല. നിർബന്ധമായി പ്രണയം നടിച്ച് പ്രണയിച്ച് അവരെ കല്യാണം കഴിക്കണമെങ്കിൽ മതം മാറണമെന്ന് പറയുകയും സത്യസരണി ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന്റെ ചുരുക്കം. അല്ലാതെ ലവ് ജിഹാദ് എന്ന് പറയുന്ന വാക്ക് അവിടെ ഇല്ല എന്നുള്ളതാണ്. പക്ഷെ മതം മാറ്റി നടക്കുന്നുണ്ട്. ഞാനിവിടെ ചോദിക്കാൻ വന്നത്, കഴിഞ്ഞ ദിവസം കോതമംഗലത്ത് സോന എൽദോസ് എന്ന് പറയുന്ന പെൺകുട്ടി തന്റെ ജീവൻ ഒടുക്കിയ അവൾ എഴുതി വെച്ച ആ കത്തിൽ അതിക്രൂരമായിട്ടുള്ള കാര്യങ്ങളാണ് വിവരിക്കുന്നത്. ഒരു മതം മാറാത്തതിന്റെ പേരിൽ ആ കുട്ടി അനുഭവിച്ച വിഷമങ്ങൾ ഒന്നാകെ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 3 പരാതികളാണ് നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ എത്തിയത് ഈ മതം മാറ്റവുമായി ബന്ധപ്പെട്ട്. കൊല്ലം കൊട്ടാരക്കരയ്ക്കടുത്തുള്ള ഒരു പെൺകുട്ടി പോലീസ് സ്റ്റേഷനിൽ പോയി ഇത്തരം ഒരു തന്നെ സത്യസരണിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു. അതുപോലെ തന്നെ അതെ, അമ്പലത്തിൽ പോകുമ്പോൾ ബുദ്ധിമുട്ടുണ്ടായി, തൊടാൻ സാധിച്ചില്ല. അതുപോലെ തന്നെ വേറൊരു പെൺകുട്ടി സോഷ്യൽ മീഡിയയിൽ ഒക്കെ കൃത്യമായി പ്രതികരിക്കുന്ന ജാമിദ് ടീച്ചറുടെ വീഡിയോയിലൂടെ തന്റെ ക്രിസരിസ് മുറിക്കാൻ ശ്രമിച്ചു. ചേലാകർമ്മം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അതുപോലെ ഈ പെൺകുട്ടിയെ നിർബന്ധിച്ച് കൊണ്ടുപോയി ആ പെൺകുട്ടിയുടെ ക്രിസരി മുറിക്കാൻ ശ്രമിച്ചു എന്ന ഗുരുതരമായ പരാതി പോലും പെൺകുട്ടി പറഞ്ഞിട്ടുണ്ട്. അതും ഈ പറയുന്ന പോലെ ഈ ലവ് ജിഹാദ് കേസുമായി ബന്ധപ്പെട്ട് വന്നതാണ്. എന്നിട്ടും കേരളത്തിലെ ഒരു ആളുകളും ഈ പറയുന്നത് പോലെ മെഴുകുതിരി പ്രതിഷേധത്തിനോ പ്രകടനത്തിനോ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഈ കാര്യത്തിനെതിരെ, അല്ലെങ്കിൽ പ്രണയക്കെണി എന്ന് പറയുന്ന കാര്യത്തിനെതിരെ ഇടതനും വലതനും ഒരക്ഷരം മിണ്ടുന്നില്ല. വോട്ട് ബാങ്കിനോ പേടിയാണോ അവർക്ക്? അല്ല, ലവ് ജിഹാദുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ലവ് ജിഹാദ് എന്ന് പറയുന്ന നമുക്കറിയാം, സുപ്രീം കോടതി പറഞ്ഞു, കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞു എന്നുള്ളതാണല്ലോ ഇക്കൂട്ടർ പറയുന്നത്. ലവ് ജിഹാദുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഓർഗനൈസേഷൻ ഇല്ല എന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ ലവ് ജിഹാദ് മാതൃകയിലുള്ള പല ക്രൈമുകളും കേരളത്തിൽ നടന്നു വരുന്നു. പക്ഷേ ഈ പെൺകുട്ടികൾ നേരിടുന്ന ഒരു ദുരനുഭവം എന്ന് പറയുന്നത്, തങ്ങളെ മതം മാറ്റാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ഈ പറയുന്ന പോലീസ് സ്റ്റേഷനിലുള്ള എല്ലാ പോലീസുകാരും, സകല പോലീസുകാരും FIR ഇടാൻ മടിക്കുന്നു എന്നുള്ളതാണ് ഈ പെൺകുട്ടികൾ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു മതപരിവർത്തന ലോബി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് സമൂഹത്തിൽ എത്താൻ പാടില്ല എന്ന് ഒരുപാട് പേർക്ക് ദുരുദ്ദേശമുണ്ട്. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ അത് ഈ പറയുന്ന പോലെ BJP-ക്ക് വളമാകുമെന്നോ ഒക്കെ ആയിരിക്കാം പലരും കരുതുന്നത്. അപ്പൊ FIR ഇടാൻ മടിക്കുന്നതിലൂടെ ഇത്തരം തരത്തിലുള്ള കേസുകൾ ഒരുപാട് അങ്ങോട്ട് ഈ പറയുന്ന മരണത്തിലേക്ക് വരുന്ന കേസുകൾ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ഒരുപാട് കേസുകൾ സമൂഹത്തിന്റെ മുന്നിലേക്ക് വരാൻ കാരണമാകുന്നില്ല എന്നുള്ളതാണ്. കാരണം പോലീസ് എന്തോ നിർബന്ധ ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്നു. ഇതുപോലെ FIR ഇടാൻ മടിക്കുന്ന ഒട്ടനവധി സംഭവവികാസങ്ങൾ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കണ്ടുവരുന്നത്. തീർച്ചയായിട്ടും. അല്ല, അതില് ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാം. കഴിഞ്ഞ 2 ദിവസമായി നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ വരുന്ന ഒരു പോസ്റ്റാണ്. അനൂജ പോയി, ഖലീൽ ബാക്കിയായി. ആദിത്യ പോയി, മുഹമ്മദ് ബാക്കിയാണ്. നന്ദ പോയി, ഷുഹൈബ് ഇപ്പോഴും ഉണ്ട്. ശ്രദ്ധ പോയി, അഫ്താഖ് ഇപ്പോഴും ഉണ്ട്. ധന്യ പോയി, ഷക്കീർ ബാക്കിയാണ്. പാലക്കാട്ടെ ധന്യ, അത് ഒരു ഫേമസ് ആയ കേസായിരുന്നു. അതുപോലെ തന്നെ രേഷ്മ പോയി, അയ്യൂബ് ബാക്കിയാണ്. കോട്ടയത്തായിരുന്നു ആ ഒരു സംഭവം. സജിത്ര പോയി, ജസീർ ബാക്കിയായി. കുന്നംകുളത്ത് ഉള്ള സംഭവം. അതുപോലെ തന്നെ ടിനു പോയി, അക്സാം ബഷീർ എന്നോ അക്സാം ബാക്കിയായി. കണ്ണൂരിലെ സംഭവമാണ്. മറ്റൊരു രേഷ്മ പോയി, അക്താർ ബാക്കിയായി. കഴക്കൂട്ടത്താണ്, തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്താണ് ഈ സംഭവം. വീണ്ടും രേഷ്മ പോയി, നൌഷാദ് ബാക്കിയായി. ലവ് പോയി, ജിഹാദ് ബാക്കി. ലവ് പോകുന്നു, അതായത് പ്രണയിക്കുന്നതിൽ നമ്മൾ എതിരല്ല. 2 ഇതര മതസ്ഥർക്ക് തമ്മിൽ പ്രണയിക്കാം, കല്യാണം കഴിക്കാം, അവർക്ക് ജീവിക്കാം, എല്ലാം ചെയ്യാം. പക്ഷേ അവിടെ പ്രണയിച്ചതിന് ശേഷം മതം മാറിയാൽ മാത്രമേ എൻ്റെ ലൈഫിലേക്ക് വരാൻ സാധിക്കുള്ളൂ എന്ന് പറയുന്നു. മറ്റിതര മതങ്ങൾക്കെതിരെ പ്രചാരണം നടത്തുന്നു. പൊട്ടു തൊടുന്നതിനെ കുറ്റം പറയുന്നു. അമ്പലത്തിൽ പോകുന്നതിനെ കുറ്റം പറയുന്നു. നിന്റെ മതം മോശമാണ് എന്ന് പറയുന്നു.
നിന്റെ എന്താണ് ദൈവത്തിന് ആനയുടെ തലയല്ലേ ഉള്ളത് എന്ന് ഈ കുട്ടികളുടെ മനസ്സിലേക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ എറിഞ്ഞു കൊടുത്തുകൊണ്ട് സംശയത്തിന്റെ ആദ്യ പടി ഇവർ തുടങ്ങുന്നു. അതിനുശേഷം സക്കീർ നായിക്കിന്റെയും എം അക്ബറുടെയും വീഡിയോസ് കാണാൻ പ്രേരിപ്പിക്കുന്നു. അതെ, നിർബന്ധിതമായിട്ട് മതം പഠിക്കണമെന്ന് നിർബന്ധിപ്പിക്കുന്നു. ഇതിനൊരു സംഘടിതമായിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ഉപയോഗിച്ചുകൊണ്ട് അവരെ ഈ ഒരു കെണിയിലേക്ക് ചാടിക്കുന്നു. ഇതിനൊരുപാട് പെൺചിലന്തികളും ഉണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ. നമുക്കറിയാം, കാസയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന കെവിൻ പീറ്ററൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ മകൾക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായപ്പോൾ അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ഒരുപാട് പെൺചിലന്തികളാണ് എന്നുള്ളതാണ് അദ്ദേഹമൊക്കെ തുറന്നു പറഞ്ഞത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ലവ് ജിഹാദ് നടന്നത് എന്ന് എനിക്ക് തോന്നുന്നു മാധവിക്കുട്ടിയുടെ കേസിലാണ് നടന്നതെന്ന് തോന്നുന്നു. അതിന് ആരോപണ വിധേയമായ വ്യക്തി ഇന്നും മതേതരത്വം പറയുന്ന വ്യക്തിയാണ്, മതസൗഹാർദ്ദം പറയുന്ന വ്യക്തിയാണ്, വളരെ നല്ലൊരു പ്രാസംഗികനായിട്ടുള്ള വ്യക്തിയാണ്. നാഴികയ്ക്ക് 100 വട്ടം ഈ കൂട്ടരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ കൂട്ടർ നാഴികയ്ക്ക് 100 വട്ടം മതേതരത്വം പറയും, മതസൗഹാർദ്ദം പറയും, നമ്മുടെ മതസൗഹാർദ്ദത്തിന് വേണ്ടി ക്ലാസ് എടുക്കും. പക്ഷേ മതം വിട്ടുകൊണ്ട് ആ കൂട്ടർക്ക് യാതൊരു കളിയുമില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത എന്ന് പറയുന്നത്. കാര്യത്തോട് അടുക്കുമ്പോൾ എല്ലാം തന്നെ വ്യക്തമായിട്ടും മതത്തിന്റെ അടിത്തറയിൽ ചെയ്യുന്ന കൂട്ടർ തന്നെയാണ്. തങ്ങളുടെ മതമാണ് വലുത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന കൂട്ടർ തന്നെയാണ് ഈ കൂട്ടർ. അല്ലൊരു പ്രമുഖ നേതാവ് പറഞ്ഞത് മതമല്ല പ്രശ്നം എന്ന് പാടിയ നിങ്ങളോട് പറയാനുള്ളത് മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞു. അത് അദ്ദേഹം പറഞ്ഞത് വേറൊരു വേറൊരു സാഹചര്യത്തിലാണെങ്കിൽ പോലും അത് എന്ത് കോൺടെസ്റ്റ് ആണെങ്കിലും അവർക്ക് വലുത് മതം തന്നെയാണ്. അതിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. അതേ രാഷ്ട്രീയ പാർട്ടിയുടെ മറ്റൊരു നേതാവ് തന്നെയാണ് പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ മകളുടെ വിവാഹം അത് വിവാഹമല്ല, അത് വ്യഭിചാരമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആ നേതാവിനെതിരെ എന്ത് നടപടി എടുത്തു? നേതാവിനെതിരെ ഒന്നും യാതൊരു നടപടിയും എടുത്തിട്ടില്ല. സ്വന്തം മകളെ പറഞ്ഞാൽ പോലും വോട്ട് ബാങ്കിനെ പേടിച്ച് നടപടി എടുക്കാത്ത ഒരു മുഖ്യമന്ത്രി കേരളത്തിലുണ്ട്. അത്രയധികം പേടിക്കുന്നുണ്ട് ഈ സിസ്റ്റത്തെ എന്നുള്ളതാണ്. കേരള സ്റ്റോറി തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ, കള്ളക്കഥയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ, ശരിയാണ്. കേരള സ്റ്റോറിയിൽ പറയുന്ന പോലെ 3500 മുതൽ 35,000 വരെയുള്ള പെൺകുട്ടികളൊന്നും ഇവിടെ നിന്ന് ലവ് ജിഹാദിന്റെ ഭാഗമായി കടത്തിയിട്ടില്ല എന്ന് നമുക്കറിയാം. പക്ഷേ 1 10 10 100 100 അതൊരു സംഖ്യയല്ലേ? കൂട്ടമായി ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അത് എതിർക്കപ്പെടേണ്ടതല്ലേ? അല്ല, കത്തോലിക്ക ജാഗ്രതാ സമിതിയുടെ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം, അവരുടെ കണക്ക് പ്രകാരം 5000-5800 പേരാണ് അവർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. 2005, 2004 കാലഘട്ടം മുതൽ പരിശോധിച്ച് നോക്കുമ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അതിനുശേഷം കലാകൗമുദി ഒരു റിപ്പോർട്ട് വെച്ചിരുന്നു. ആ റിപ്പോർട്ടിലും 80,000-ഓളം കുട്ടികളെയാണ് അതിൽ നിന്നുകൊണ്ട് ആ ഒരു റിപ്പോർട്ടിലും വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കലാകൗമുദിയുടെ റിപ്പോർട്ടിലും രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിനുശേഷം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഒരു പാറ്റേൺ നിയമസഭയിൽ അവതരിപ്പിച്ചിരുന്നു. അതിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ വിഭാഗത്തിലേക്ക് കടന്നുകൂടുന്ന, അത് പ്രണയത്തിന് വേണ്ടി ഈ പറയുന്ന പോലെ മതം മാറാൻ തയ്യാറായിട്ടുള്ളവരിൽ ഒരു ഹൈ റേഷ്യോ അനുഭവപ്പെട്ടിരുന്നു. എന്നാൽ ഇതേ റേഷ്യോ തന്നെ മറ്റു വിഭാഗങ്ങളിലേക്ക് അനുഭവപ്പെട്ടിരുന്നില്ല. അപ്പൊ അതിന്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത്, അതിന്റെ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. ഇപ്പൊ കേരള സ്റ്റോറിക്കെതിരെ ഗുരുതരമായിട്ട് നമ്മൾ ശക്തിയുക്തമായി രംഗത്ത് വരും. അങ്ങനെയൊന്നും നടക്കുന്നില്ല, സമൂഹത്തിൽ അങ്ങനെയൊന്നും നടക്കുന്നില്ല. അങ്ങനെയെങ്കിൽ ഈ പറയുന്ന ഐഷ ഫാത്തിമ ഇന്ന് എവിടെയാണ്? ഈ പറയുന്ന ജസ്ന മരിയ ജെയിംസ് എവിടെയാണ്? ഈ പറയുന്ന സോണിയ സെബാസ്റ്റ്യൻ എവിടെയാണ്? ഒന്നും വേണ്ട. നമ്മുടെ കൺമുന്നിലുള്ള ദീപ ചെറിയാൻ ഉണ്ടല്ലോ, ദീപ ചെറിയാൻ ഇന്ന് ഇപ്പോ ആലുവ സബ് ജയിലിൽ കഴിയുകയാണ്. അങ്ങനെ ഒട്ടനവധി ഈ ദീപ ചെറിയനെ പല ആളുകൾക്ക് അറിയാൻ പോലും സാധ്യതയില്ല. ദീപ ചെറിയൻ എന്തിനാണ് ആലുവ സബ് ജയിലിൽ കിടക്കുന്നത് എന്നുള്ളത് ഇവിടെയുള്ള മതേതരത്വ സഖാക്കളൊക്കെ ഒന്ന് അന്വേഷിച്ച നല്ലതായിരിക്കും. അതുപോലെ തന്നെ നിമിഷ ഫാത്തിമയുടെ കാര്യം പറഞ്ഞു. ഇവിടെ മതം മാറ്റം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ നിമിഷ എങ്ങനെയാ ഫാത്തിമയായത്? നിമിഷ ആരാ ഫാത്തിമയാക്കിയത്? ദീപ ചെറിയന്റെ കേസിലും അതോടൊപ്പം തന്നെ സോണിയ സെബാസ്റ്റ്യന്റെ കേസിലും സോണിയ സെബാസ്റ്റ്യൻ പഠിച്ച സ്കൂള് പി സ്കൂൾ ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്. IRF എന്ന് പറഞ്ഞ ഫൗണ്ടേഷൻ ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ഇവർക്കൊക്കെ ഇന്നും പീസ് സ്കൂളിൽ മറ്റു മതങ്ങളെ കുറിച്ച് അവിടെ ഒരു കാര്യം പഠിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം ഉണ്ടായിരുന്നു. കൊച്ചു കുട്ടികളെ പോലും എങ്ങനെയാണ് മതം മാറ്റേണ്ടത്, മറ്റൊരു വ്യക്തി എങ്ങനെയാണ് മതം മാറ്റേണ്ടത് എന്നുള്ള ഒരു സീക്വൻസ് നൽകാനായിട്ടാണ് പി സ്കൂളിൽ പഠിപ്പിച്ചത്. MM അക്ബറുടെ നേതൃത്വത്തിലുള്ള പി സ്കൂളിൽ പഠിപ്പിച്ചത്. അത്രമാത്രം വിഷം കുത്തിവെക്കുന്ന പഠനങ്ങളും സിലബസുകളുമാണ് കേരളത്തിൽ പോലും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, ഈ കണ്ണിൽ പൊടിയിടാനായിട്ടുള്ള ഒരു മതേതരത്വം മാത്രമാണ് കേരളത്തിൽ നിന്ന്. വേറൊരു കാര്യം കൂടെ ഉണ്ട്. അതായത് ഈ സോന എൽദോസ്, ആ കുട്ടി മരിച്ചു, ആ കുട്ടിയുടെ എഴുത്ത് കണ്ണിന് മുമ്പിൽ ഉണ്ട്, ഈ ആത്മഹത്യാക്കുറിപ്പ്. കഴിഞ്ഞ 2 ദിവസം ഈ ആഴ്ചകളിലായിട്ട് 2 പേർ പരാതിയുമായി രംഗത്ത് വന്നു. ഇതൊക്കെ ഇവിടുത്തെ മാധ്യമങ്ങൾ കാണുന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ മാധ്യമങ്ങളിൽ ആരും, ഹാഷ്മിയും അരുൺകുമാറും ആരും അന്തിച്ചർച്ച നടത്തില്ല. ഇവരുടെ ജീവൻ പോയാൽ ഇവർക്ക് പ്രശ്നമല്ല. കാര്യം അതിന്റെ പ്രശ്നമുണ്ട്. കാരണം BJPക്കെതിരെ എന്താണ് ഇവിടെ
കിട്ടുന്നത് എന്ന് നോക്കിയിരിക്കുന്ന കുറെ അധികം ആളുകളാണ് ഇവിടെ ഉള്ളത്. അല്ല, BJP പ്രതിസ്ഥാനത്ത് വരുമ്പോൾ മാത്രം പ്രതികരിക്കുന്ന ഒരു കൂട്ടം രാഷ്ട്രീയ പ്രവർത്തകർ മാത്രം, രാഷ്ട്രീയ പ്രവർത്തകരും MP-മാരും മാത്രമാണ് നമുക്കുള്ളത്. അവരുടെ അജണ്ടയെ സഭ തിരിച്ചറിയണം, കത്തോലിക്ക സഭ തിരിച്ചറിയണം എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നലെ കത്തോലിക്ക സഭ വളരെ രൂക്ഷമായി പ്രതികരിച്ചിട്ടുണ്ട്. നിർബന്ധിത മതപരിവർത്തനം നടക്കുന്നത് ഛത്തീസ്ഗഡിൽ മാത്രമല്ല, അത് കോതമംഗലത്താണ് എന്നുള്ള രീതിയിൽ സഭ പ്രതികരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. അതിനൊപ്പം തന്നെ ഈ കോഴിക്കോട് തിരുവള്ളൂരിൽ ഉൾപ്പെടെ ഒരു ഡോക്ടർ, അവിടെ അത്രയും കാലം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഡോക്ടറാണ് പെട്ടെന്ന് ISIS-ഉമായി ബന്ധപ്പെട്ട് വിദേശത്തേക്ക് കടന്നത്. അങ്ങനെ പല ആളുകൾ, നിമിഷ ഫാത്തിമയുടെ കാര്യം, അങ്ങനെ ഒരുപാട് ആളുകൾ അവസാനം ഇതാ ഈ സോന എൽദോസിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. ഇങ്ങനെ നിർബന്ധപൂർവം പ്രണയിച്ച് പ്രണയത്തിലൂടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് അവരെ പിന്നീട് അത്രയും അടുപ്പത്തിലേക്ക് ലഹരി മരുന്ന് നൽകി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇവരെ എന്നിട്ട് നീ പോയി മതം മാറിയില്ലെങ്കിൽ നീ പോയി ചത്തോളൂ എന്നാണ് ഈ കുട്ടിയോട് പറഞ്ഞത്. ആരോട്? സോന എൽദോസിനോട് പറഞ്ഞത്. അതായത് സോന എൽദോസ് കൃത്യമായി ഈ മരിക്കുന്നതിന് മുമ്പ് എഴുതി വെച്ചൊരു കാര്യമുണ്ട്. അതായത് ഞാൻ മരിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് ഇവിടെ മതം മാറാതെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോകും എന്നാണ് ആ കുട്ടി പറഞ്ഞത്. അത് അത്രയും ഭീഷണി ഉണ്ടായിരുന്നു. ഒരു താലിബാനിസത്തിന്റെ മോഡലിലേക്ക് കടന്നതായിട്ടാണ് അത് നമ്മൾ സൂചിപ്പിക്കുന്നത്. അത് മാത്രമല്ല, വളരെയധികം ക്രിസ്ത്യൻ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് രൂക്ഷമായി പ്രതികരിക്കുന്ന, വളരെ ഘോരം പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്ന ജോൺ ബ്രിട്ടാസും അതോടൊപ്പം തന്നെ A. റഹീമിനെ പോലുള്ള വ്യക്തികളൊക്കെ ഇന്ന് നമ്മൾ കാണുന്നുണ്ടാവും. ഇതിനെതിരെ പ്രതികരിക്കാൻ, ഈ പറയുന്ന ലവ് ജിഹാദ്, ഈ പ്രണയക്കെതിരെ പ്രതികരിക്കാൻ അവരാരെങ്കിലും ഏതെങ്കിലും MP-മാരെ നമ്മൾ കാണുന്നുണ്ട്? ഒരാളെയും കാണില്ല. അപ്പൊ പ്രതിസ്ഥാനത്ത് വരുന്നത് BJP ആണെങ്കിൽ മാത്രമാണ് ഈ കൂട്ടർ പ്രതികരിക്കുന്നത്. അപ്പൊ അതിന്റെ പിന്നിൽ അവർക്ക് യഥാർത്ഥ അജണ്ടയില്ലേ? തീർച്ചയായിട്ടും. അപ്പൊ ആ അജണ്ടയുടെ മുന്നിൽ നിന്നുകൊണ്ട് കണ്ടുകൊണ്ട് മാത്രമാണ് പ്രചരിക്കുന്നത്. പിന്നെ പലരും പറഞ്ഞു കേരള സ്റ്റോറി യാഥാർത്ഥ്യമല്ല, കേരളത്തിൽ മതേതരത്വം പൂത്തെളിയുന്നു, മതസൗഹാർദ്ദത്തിന്റെ നാടാണ്. യഥാർത്ഥത്തിൽ എന്ത് മതേതരത്വമാണ് കേരളത്തിലുള്ളത്? അങ്ങനെ മതേതരത്വം പൂത്തെളിയുന്ന നാടാണ് എങ്കിൽ ഇത്രമാത്രം ദുരഭിമാന കൂട്ടക്കൊലകൾ ഇവിടെ ഉണ്ടാകുമോ? ഇത്രമാത്രം മതപരിവർത്തനം നടത്തേണ്ട ഒരു ഗതികേട് ഇവിടെ ഉണ്ടാവും? ഇതൊന്നും പോരാഞ്ഞിട്ട് നമ്മൾ ജാർഖണ്ഡിൽ നിന്നുകൊണ്ട് 2 ഇന്റർകാസ്റ്റ് കപ്പിൾസിനെ ഈ കേരളത്തിലേക്ക് കെട്ടിയെടുക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുന്നത്. എന്നിട്ട് വലിയ ഗൈഡ് ലൈൻ നൽകിക്കൊണ്ട് കേരളം മതേതരത്വമാണ്, കേരളത്തിൽ അഭയം നൽകിയിരിക്കുന്നു എന്നുള്ളത്. ഇവിടെ നടക്കുന്ന കാര്യം ഇതാണ്. എന്നിട്ട് ജാർഖണ്ഡിൽ നിന്നുകൊണ്ട് ആ കേരളത്തിലേക്ക് കെട്ടിയെടുക്കുന്നു. എന്നിട്ട് നമ്മൾ വലിയൊരു ഗൈഡ് ലൈൻ നൽകിക്കൊണ്ട് കേരളം മതേതരമാണ്, എന്തോ മതേതര സുന്ദരമാണ് എന്ന് പറഞ്ഞിട്ടുള്ള അതെന്താ വെച്ചാൽ അതിൽ അവർക്ക് രണ്ട് ഇതര മതത്തിൽപ്പെട്ട ആളുകൾക്ക് പ്രണയിച്ച് കല്യാണം കഴിക്കാൻ ജാർഖണ്ഡിൽ സ്ഥലമില്ലെങ്കിൽ, ജാർഖണ്ഡിലെ അവിടുത്തെ ഒരു പ്രത്യേക അവസ്ഥ അങ്ങനെ സമ്മതിക്കുന്നില്ലെങ്കിൽ അവർക്ക് കേരളത്തിൽ വന്ന് കല്യാണം കഴിക്കുന്നതിലൊന്നും ഞാൻ എതിരല്ല. സ്വന്തം കണ്ണിലെ കരട് കളഞ്ഞിട്ട് വേണ്ടി അന്യന്റെ കണ്ണിലെ കരട് കാണാൻ വേണ്ടിയിട്ട് അതൊക്കെ ശരിയാണ്. പക്ഷെ 2 കോൺടസ്റ്റ് ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ നമുക്ക് അവസാനിപ്പിക്കാനുള്ള സമയമായി. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് ഈ വിഴിഞ്ഞ ഉൾപ്പെടെയുള്ള തിരുവനന്തപുരത്തെ മേഖലകളിൽ മത്സ്യത്തൊഴിലാളികളെ സർക്കാർ ജോലി കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് എത്രയധികം ഹിന്ദു ആളുകളെയാണ് ലത്തീൻ കത്തോലിക്ക മതം മാറ്റിയിരിക്കുന്നത്. അതെ, നിരന്തരം ഇതിപ്പോ പരാതി വിഷ്ണുപുരം ചന്ദ്രശേഖരൻ അതിന് മുഖ്യമന്ത്രിക്ക് തെളിവോടുകൂടി പരാതി കൊടുക്കുമെന്ന് പറഞ്ഞു. ന്യൂസ് 18 മാത്രമാണ് ഇത് ചർച്ച ചെയ്തത്. നിർബന്ധിത മതപരിവർത്തനം ഇല്ല. പിന്നെ ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീകളെ, ഛത്തീസ്ഗഡിലായിരുന്നു, ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീകളെ ഈ പറയുന്ന പോലെ അവിടെ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു പോയപ്പോൾ അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് പറഞ്ഞവർ ലത്തീൻ കത്തോലിക്ക സഭയുടെ മതപരിവർത്തനം, നിർബന്ധിത മതപരിവർത്തനത്തിന്റെ അതിന് അടിമപ്പെട്ടു പോയവർ, അതിൽ അകപ്പെട്ടു പോയവർ, അവർ തന്നെ ന്യൂസ് 18 ചാനലിൽ വന്ന് പറഞ്ഞിട്ട് അതൊരു തരത്തിലും ഇവർ എവിടെയും പറയുന്നില്ല. ജോലി നേടാൻ വേണ്ടി സംവരണം അട്ടിമറിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കേരളം വരെ എത്തി നിൽക്കുന്നു. അപ്പൊ ഈ കൂട്ടർ ഈ പറയുന്ന പോലെ ജനിച്ച ജാതിയിൽ നിന്നുകൊണ്ട് സംവരണം നേടാൻ വേണ്ടി ഈ ഒരു വിഭാഗത്തിലേക്ക് മാറി, ശേഷം ജോലിയിൽ പ്രവേശിച്ച ശേഷം വീണ്ടും തിരിച്ച് ജനിച്ച ജാതിയിലേക്ക് തന്നെ വന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ സംവരണം നഷ്ടപ്പെടുന്നു, സംവരണം ലഭിക്കേണ്ട കൂട്ടർക്ക് നഷ്ടപ്പെടുന്നു. ആ ഒരു തട്ടിപ്പ് നടന്നത് നമ്മുടെ കേരളത്തിൽ തന്നെ നടന്നു. തീർച്ചയായിട്ടും. അപ്പൊ ജാതീയമായ ഒരു തട്ടിപ്പ് നടന്നിട്ടുള്ളത് ഈ പറയുന്ന, നമുക്ക് ഛത്തീസ്ഗഡ് വരെ ഒന്നും പോകേണ്ടതില്ല, മനുഷ്യക്കടത്തിന്റെ പേരിലും ഈ പറയുന്ന മതപരിവർത്തനം പ്രലോഭനം നടത്തി മതപരിവർത്തനം നടത്തുന്നത് ഇന്ന് കോതമംഗലത്തും അതോടൊപ്പം തന്നെ ഈ തിരുവനന്തപുരത്തെ പല മേഖലകളിലും, അതും മതേതര കേരളത്തിൽ തന്നെ നമുക്കത് ബോധ്യപ്പെട്ടു. ശരി.